ഇതെങ്ങനെ മനസ്സിലാവുന്നു? എഴുതിയതൊന്നും മനസ്സിലാവുന്നുമില്ല. ഇതെങ്ങനെ കൊണ്ട് തീർക്കും? ഇതെങ്ങനെ പോകും ഇത്? നിങ്ങൾ വിചാരിക്കും ഞാൻ റിഹേഴ്സൽ ഇല്ലാതെ സ്കിറ്റ് കാണാപ്പാടം അറിയാതെ പഠിക്കുവാണെന്ന്. അതല്ല, ഇതെന്റെ മോന്റെ ജാതകവാ. എന്റെ മോന് 22ാമത്തെ വയസ്സിൽ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ 52ാമത്തെ വയസ്സിൽ പിന്നെ കല്യാണമുള്ളൂ. അതുവരെ ഒരു അമ്മയ്ക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ? അതുവരെ ഒരു അമ്മ ജീവിച്ചിരിക്കുവോ? എന്നെ കൊണ്ട് വരത്തില്ല. വെള്ളയും സെറ്റും കൊണ്ട് സാരിയൊക്കെ എടുത്തുകൊണ്ട് കല്യാണം കാണാൻ നിൽക്കാൻ. എനിക്ക് കളർഫുള്ള് പട്ടുസാരി എടുത്ത് എന്നെ കല്യാണം കാണണം. ഇത് എഴുതിയതൊരു സാധാരണ മനുഷ്യനല്ല. ജ്ഞാനിയിൽ വിജ്ഞാനി, വിജ്ഞാനിയിൽ അജ്ഞാനി. ഇപ്പൊ പൊന്നാനിയിലാണ് താമസം. അദ്ദേഹത്തിന്റെ പേര് തക്കുടു ജലദോഷാനന്ദ തിരുവടികൾ. ഓ എന്റെ ദൈവമേ, അദ്ദേഹം പറഞ്ഞാൽ അച്ചിട്ട എന്ന് പറഞ്ഞാ അച്ചിട്ട. ഈ ചെറുക്കനാണെ പഠിക്കണം എന്ന് മാത്രം ചിന്തയുള്ളൂ. സത്യത്തിൽ പഠിക്കത്തില്ല, ചുമ്മാ ഇങ്ങനെ പോണം. എങ്ങനെ ഞാൻ അവനോട് പറയും കല്യാണം കഴിക്കണേ മോനെന്ന്? തിരുവടികളുടെ ഉപദേശം കേൾക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടെ. സാരമില്ല, ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അണ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ സുരേന്ദ്രൻ അണ്ണൻ നേരെ വാ നേരെ പോ ആണെങ്കിലും വളഞ്ഞ വഴി കൂടെ ആയാലും കാര്യം സാധിച്ചു തരും. അപ്പുറത്തെ രമണി ചേച്ചി പുതിയ ചുടിദാർ മേടിച്ചോ? ഇല്ല. അമ്മനെ വിളിക്കാതെ അവർ അമ്പലത്തിൽ പോയോ? ഇല്ല. രമണി ചേച്ചിക്ക് ഈ പ്രാവശ്യത്തെ ചിട്ടി അടിച്ചായിരിക്കും. ഇല്ല, നീ ഇതെന്തിനാ എന്നോട് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നത്? പിന്നെ അമ്മ രാവിലെ തന്നെ ഇവിടെ ഇഞ്ചി അടിച്ചിരിക്കണ കാര്യം മനസ്സിലാവാത്ത. പോക്കണം കേട്ടോ. ഒന്നാതെ മനുഷ്യന്റെ ഉള്ളി തീയ. ഉള്ളിത്തീയല്ലോ? ഉള്ളിത്തീയല്ല, ചക്കക്കുരു വരത്തിയത് നിനക്ക്. അമ്മച്ചിയെ, അമ്മയല്ല കുമ്മ. കുമ്മേ. എന്താടാ രാവിലെ കുഞ്ഞോടെ നിനക്ക് എന്താടാ? ഒരു 500 രൂപ വേണമായിരുന്നു. എന്താ കാര്യത്തിന് 500 രൂപ? കോളേജിൽ എക്സാം ഫീസ് അടയ്ക്കാൻ കൊടുക്കാനാ. 500 രൂപ 2 മാസം മുന്നേ എക്സാം ഫീസ് അടയ്ക്കാനെന്ന് പറഞ്ഞ് നീ മേടിച്ചോണ്ട് പോയതാണോ? എന്നിട്ട് ഇപ്പൊ എന്തിനാ 500 രൂപ? അമ്മ, ഞാനൊന്ന് എക്സാം എഴുതാൻ വേണ്ടി ചെന്ന് ഞാൻ എല്ലാം പഠിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് അഡീഷണൽ ഷീറ്റ് എടുത്ത്. ഞാൻ അഡീഷണൽ ഷീറ്റ് എടുത്ത് അഡീഷണൽ ഷീറ്റ് തീർന്നു. അപ്പൊ എന്നോട് രവീന്ദ്ര സാർ പറഞ്ഞു, മോനെ കുഞ്ഞൂട്ട, വേറൊരു ദിവസം നിനക്ക് എക്സാം സെറ്റ് ചെയ്ത് തരാം, അന്ന് ഇഷ്ടംമാതിരി അഡീഷണൽ ഷീറ്റ് ഉണ്ടാവും പറഞ്ഞ് ആ എക്സാം എഴുതാൻ വേണ്ടിട്ട് 500 രൂപ. എന്നാലും എക്സാം തോറ്റ് തൊപ്പിയിട്ടു സേ എഴുതാൻ പൈസ താ അമ്മേ എന്ന് പറയാനുള്ള നാടക്കേട് കാരണമല്ല നീ ഇപ്പൊ ഈ കള്ളം പറഞ്ഞത്. പിള്ളേർ പഠിക്കാൻ പോയാ പഠിക്കണം. അതിലും വലിയ വിഷയങ്ങളാണ് കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുവാ? കോളേജ് മൊത്തം കോരിത്തെരിച്ചിരിക്കുക. ആണോ? എന്നാ നിന്റെ വെള്ളത്തിൽ ഇട്ടാ നനയാത്തും തീ കത്തിച്ചാ കത്താത്ത ഒരു പുതപ്പുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് മൂട്. കോളേജിന്റെ കുളിർ അങ്ങ് മാറട്ടെ. അതാണോ പറഞ്ഞത്? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദീപില്ലേ, അവനൊരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. ഞെട്ടിയില്ലേ? ഞെട്ടി. ഞങ്ങൾ എല്ലാ പിള്ളേരും ഞെട്ടിയിരിക്കുക. നിന്റെ പ്രായമുള്ള സന്ദീപ് ഒരു പെങ്കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നെന്ന് തന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നെന്ന് കണ്ടു പടിയടാ. അതാണ് ആമ്പിള്ളാര്, അല്ലാതെ നീ ഇങ്ങനെ നടന്നോ? പഠിക്കണം എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ നടന്നോടാ. സന്ദീപിനെ കണ്ടുപിടിക്കണം നീ. ഇന്നലെ വരെ അമ്മ പറഞ്ഞ സന്ദീപിനെ കണ്ടുപഠിക്കരുതെന്നല്ലേ. ഇപ്പൊ എന്തിനാ സന്ദീപിനെ കണ്ടുപഠിക്കണത്? ചില സമയങ്ങളിൽ സന്ദീപിനെ കണ്ടുപഠിക്കാം. ഇങ്ങനെ ആവശ്യമില്ലാതൊന്നും പറയില്ല കേട്ടോ. നമ്മൾ ഈ പെൺപിള്ളേരെയൊക്കെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നാൽ അവരുടെ വീട്ടുകാരുടെ ശാപം കിട്ടും. കുഞ്ഞൂട്ടാ, നീ പറഞ്ഞ ശാപം ഉണ്ടല്ലോ, അതിനൊരു ഉത്തമ ഉദാഹരണം ഞാൻ പറയാം. നീ ഈ മനസ്സെന്ന് പറയുന്ന വസ്തു കണ്ടിട്ടുണ്ടോ? അത് എവിടെ ഇരിക്കും, എങ്ങനെ ഇരിക്കുമെന്ന് നിനക്കറിയാം. അതുപോലെ ഉള്ളൂ ഈ ശാപം. അങ്ങനെ ഒരു സാധനം ഈ ലോകത്തില് ചുമ്മാ പറഞ്ഞു വെച്ചേക്കോ. അപ്പൊ ഇന്നലെ അമ്മയുടെ കാല് വന്ന കട്ടളപ്പടി ഇടിച്ചപ്പോ അമ്മായിയമ്മയുടെ ശാപം എന്ന് പറഞ്ഞതോ? ചില സമയങ്ങളിൽ ഈ ശാപം ഉണ്ട്, പ്രത്യേകിച്ച് എനിക്ക്. അത് നിനക്ക് ബാധകമൊന്നുമല്ല. അപ്പൊ അമ്മയുടെ ഇഷ്ടത്തിന് ശാപം അങ്ങ് മാറ്റുവാണ്. എന്റെ പൊന്നുമോനെ, എന്നാ നിന്റെ അമ്മ എന്ന നിലയ്ക്ക്, അതായത് ഈ ശാരദയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു വസ്തുത എന്തുവാന്ന് നിനക്കറിയാം? രമണി ചേച്ചിയുടെ കാർ EMI പിടിച്ചോണ്ട് പോകുന്നത്. ഏറെക്കുറെ അത് സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും ആ നശിച്ചവള് മുടങ്ങാതെ EMI അടക്കി വിടാം. അതുകൊണ്ട് അത് നടക്കത്തില്ല. പക്ഷെ അതിനെക്കാട്ടി വലിയൊരു കാര്യം അമ്മയ്ക്കുണ്ട്. എന്നാ? അതായത് അമ്മ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ആഴ്ച കുക്കുടാനന്ദ സ്വാമിയുടെ അടുത്ത് പോകുന്ന കാര്യം അറിയാമല്ലോ. എനിക്കറിയാമായിരുന്നു. ഈ ഗ്രാമത്തിൽ ആകപ്പാട് ഒരു അലമുള്ളത് ആ കുക്കുടാനന്ദ സ്വാമി. അവന്റെ കാര്യം ഇവിടെ മിണ്ടരുത്, എനിക്ക് അവന് ഇഷ്ടമല്ല. നീ ചുമ്മാ ആവശ്യമില്ലാത്ത വയ്യവലിയൊന്നും പറയരുത് കേട്ടോ. അമ്മ അവൻ മഹാ ഉടായ്പൊന്നും അല്ല, നീ അറിയാത്തതുകൊണ്ടാ. അതായത് നമ്മുടെ ഈ ലോക ഫുട്ബോളില് മെസ്സി മത്സരിക്കാൻ കാരണം ആരാ? കുക്കുടാനന്ദ സ്വാമിയാന്നൊന്നും പറയല്ലേ. കഴിഞ്ഞിടയ്ക്ക് ഞാൻ ചെന്നപ്പോ ഉണ്ടല്ലോ, ഒരു ലോട്ടോ പിടിച്ച് ആളറിയാതിരിക്കാൻ ഒരു വെള്ളക്കര മുണ്ടും ഒരു കൈ ബനിയനും തലയിലൊരു തോർത്തും കുറച്ച് പച്ചക്കറിയൊക്കെ ആയിട്ട് സ്വാമിയുടെ വീട്ടിലോട്ട് കയറി പോകുന്നത് ആരാ? സാക്ഷാൽ മെസ്സി. എന്റെ തമ്പുരാനെ, AI-നെക്കാളും വലിയ ക്രിയേഷൻ ആണല്ലോ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്.
സംശയം ഉണ്ടെങ്കിൽ നീ വീട്ടിൽ പോയി നോക്ക് അവിടെ മെസ്സിയുടെ ഫോട്ടോ ഉണ്ടല്ലോ. എന്റെ അമ്മ മെസ്സി കളിക്കാൻ പോണ വേൾഡ് കപ്പ് അല്ലാതെ കപ്പ പുഴുങ്ങിയതൊന്നുമല്ല. ഈ കുക്കുടാനന്ദ സ്വാമിയുടെ അനുഗ്രഹം മേടിച്ചിട്ട് അങ്ങ് കയറിച്ചല്ല. ഇപ്പൊ മെസ്സിയുടെ കഷ്ടപ്പാടിന് ഒരു വിലയില്ല. മെസ്സി ചെറുപ്പം മുതൽ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് മെസ്സി ഈ ലോകത്തിന് ഫുട്ബോൾ എത്തിയത്. അല്ലാതെ ഈ കുക്കുടാനന്ദ സ്വാമിയുടെ അനുഗ്രഹം കാരണമല്ല. അമ്മ അത് മനസ്സിലാക്കണം കേട്ടോ. മെസ്സിയുടെ കാര്യം അങ്ങ് വിട്. നമ്മുടെ തൊട്ടയില് തന്നെ ഉണ്ടല്ലോ ഉദാഹരണം. എടാ നമ്മുടെ അപ്പുറത്ത് താമസിച്ച രാഘവൻ ചേട്ടൻ താഴേ നിലയിലായിരുന്നു. ഇപ്പൊ ഏത് നിലയിൽ നിൽക്കുന്ന ഉയർന്ന നിലയിൽ. അതിന്റെ കാരണം ആരാ? കുക്കുടാനന്ദ സ്വാമിയുടെ ഉപദേശങ്ങൾ. അതുപോലെ പാലിച്ചതുകൊണ്ടാണ് ആ പുള്ളിക്ക് ഉയർച്ച ഉണ്ടായത്. പിന്നെ അതുപോലെ കുക്കുടാനന്ദ സ്വാമി മോനെ പറ്റി ഒരു കാര്യം പറഞ്ഞു. കുക്കുടാനന്ദ സ്വാമിയുടെ കാര്യം എനിക്ക് കേൾക്കണ്ട. കേൾക്കണ്ടെന്ന് പറയില്ല. എനിക്ക് അന്ധവിശ്വാസത്തിലൊന്നും ഒരു ഇല്ല, എനിക്ക് കേൾക്കണ്ട. അല്ല ഞാനൊരു കാര്യം, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേൾക്കണ്ടേ? ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എനിക്കാണെങ്കിൽ വയറെരിഞ്ഞിട്ട് പാടില്ല. ഉപ്പിട്ടിച്ചിരി കഞ്ഞിവെള്ളം, അതിനകത്ത് ഇച്ചിരി പറ്റു, ഇച്ചിരി മോരും, ഇച്ചിരി അച്ചാറും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമം മാറുമായിരിക്കും. അണ്ണൻ അവിടെ പോയി കിടക്കുവാന്നോ എനിക്കറിയത്തില്ല. അണ്ണനോട് ഞാൻ നേരെ വിളിച്ച് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞേ. തന്നെത്താൻ ഒച്ച ഉണ്ടാക്കിയിട്ട് എവിടാ ഒച്ച എന്നോട് ചോദിക്കരുത്. നീ എവിടാടി ചോദിച്ചത്? ഞാൻ അകത്തുണ്ടായിരുന്നു. ഇതെന്തുവാ? ഇത്തിരി കപ്പയാണ്. മേടിച്ചാണോ അണ്ണ? അല്ല, ഞാൻ രാവിലെ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ നമ്മുടെ പറമ്പ് നിൽക്കുവായിരുന്നു കപ്പ എന്നോട് ചോദിച്ചു എടപ്പോ എണ്ണാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ശാരദ വീട്ടിൽ വരെ പോകാന്ന് പറഞ്ഞപ്പോ കപ്പ തന്നെ പിഴുതിനകത്ത് കയറിയിരുന്ന ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഓ, പുഴുങ്ങാനോ വേവിക്കാനോ? ഇല്ല, തൊലി പൊളിച്ചിട്ടെ ഉടുപ്പ് നിൽക്കറിട്ട് ഞാൻ അങ്കമാടി കൊണ്ടുപോയി കപ്പ പുഴുങ്ങാനോ വേവിക്കാനോ അറിയത്തില്ലോടി. അല്ലേലും അണ്ണൻ ഇങ്ങനെ പണ്ടേ ഞാൻ ഇങ്ങനെ സംസാരിക്കാം. ഒറ്റവർത്താനം നിർത്തുക കേട്ടോ. ഞാൻ അണ്ണൻ ഈ കപ്പയൊക്കെ വാങ്ങിച്ചു പുഴുങ്ങി തിന്നാൻ പറ്റുമോ? ഗ്യാസ് കയറി പക്ഷെ ചുമ്മാ ഇവിടെ നല്ല വെള്ളം കൂടെ കയറ്റിട്ട് വേമ്പൊക്കെ വിടുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് രാത്രി 9 മണി വരെ എനിക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ ഗ്യാസ് വിട്ടോണ്ടായിരിക്കും. നിനക്ക് ശല്യം. നീ കപ്പ പുഴുങ്ങി തരാൻ കപ്പയൊക്കെ പുഴുങ്ങി തരാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോ വിളിച്ച് പറഞ്ഞത് അണ്ണ ഇങ്ങോട്ട് പറഞ്ഞോന്ന്? അണ്ണ എന്ത് ഇത്ര താമസം എന്താ? നീ വിളിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ അപ്പുറത്തെ വീട്ടിലെ സോമനുമായിട്ട് രാവിലെ ഒരു ഈശാഘോഷം ഉണ്ടായി. അതെന്തുവാ? സോമൻ എന്നെ ആവശ്യമില്ലാതെ തെറി വിളിച്ചു. ഞാൻ അങ്ങോട്ട് കാല് മടക്കി ഒറ്റ തൊഴിയോ തെറിച്ചങ്ങ് പോയി. സോമനോ? അല്ല, എന്റെ കാലേ കിടന്ന് ചെരുപ്പ്. ഞാൻ പിന്നെ അവിടെ കിടന്ന് തപ്പ് പറഞ്ഞ് ചെരുപ്പ് കാണാൻ വേണ്ടി 2 ഗണ്ടിലായിട്ടിട്ട് പോകുന്നു. അതല്ലേ അങ്ങ് വീട്. പക്ഷെ ഞാൻ ഇപ്പൊ അണ്ണനെ വിളിച്ച എന്താന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. എന്താ കാര്യം പറ? കല്യാണക്കാര്. സാറേ, ഓ 47 കഴിഞ്ഞ് 48 വയസ്സാകാറായി നിനക്ക്. നിന്റെ ഭർത്താവ് ഈശാഘോഷമൊക്കെ പറഞ്ഞ് ഫോപ്പാലി നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ശമ്പളമൊക്കെ അയച്ചു തരുന്നുണ്ട്. പിന്നെ ഒരു ചെറുക്കനുമായി നീ ഇപ്പൊ ഈ ഒരു ചിന്ത കണ്ടിരിക്കലും ചെവുക്കുറ്റി അടിക്കാൻ പറിക്കും. ഞാൻ നിന്റെ എന്തുവാ കല്യാണക്കാരൻ നീ ചിന്തിക്കല്ലെന്ന്. എന്റെ കല്യാണക്കാരി ഞാൻ പറഞ്ഞത് അണ്ണത് ഇത്ര ബോധമില്ലയോ? എന്റെ കല്യാണക്കാരി എന്റെ കല്യാണക്കാര്യം എന്റെ മോന്റെ കുഞ്ഞൂട്ടന്റെ കല്യാണക്കാര്യം എന്താ പറഞ്ഞത്? കുഞ്ഞുകുട്ടിയുടെ കല്യാണോ? അവനിപ്പോ എത്ര വയസ്സാടി? അവനുണ്ട് 21ാമത്തെ വയസ്സിൽ കല്യാണം നടത്തണമെന്നാണ്. 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണമെന്നോ? ഇപ്പോഴും ചോറ് നിന്നിട്ട് അരി അപ്പി ഇടുന്ന ചെറുക്കനെ കൊണ്ട് നിനക്ക് കല്യാണം കഴിപ്പിക്കണോടി? ആ ചെറുക്കൻ എന്താ പ്രായം ജില്ല? ആരാടി പറഞ്ഞ ചെറുക്കനോട് കല്യാണം കഴിപ്പിക്കണം? അണ്ണ പറയുന്നത് മനസ്സിലാക്ക്. അതായത് ഇവൻ ഇപ്പൊ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ 52ാമത്തെ വയസ്സിലുള്ള അവന് കല്യാണം എന്നാ പറഞ്ഞത്. ആര് പറഞ്ഞെന്നാ പറഞ്ഞേ? കുക്കുടസ്വാമി. കുക്കടസ്വാമി എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുക്കടസ്വാമിയുടെ അവിടെ ആവശ്യമില്ലാതെ പോകല്ലെന്ന് പറഞ്ഞിട്ട് കുക്കടസ്വാമി പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട്. അണ്ണാ ഇന്നലെ നടന്നൊക്കെ അങ്ങ് മറന്നു പോകരുത് കേട്ടോ. നമ്മൾ വന്ന വഴി മറക്കരുത്. എന്റെ കല്യാണം 25ാമത്തെ വയസ്സിൽ ആർഭാടമായിട്ട് നടക്കുമെന്ന് പറഞ്ഞത് കുക്കുടസ്വാമി. അത് അതുപോലെ നടക്കുകയും ചെയ്തു. അതുപോലെ എങ്ങനെയാണ് നടന്നത്? ഞാനും അച്ചാച്ചനും കൂടെ ഇല്ല കൊള്ളക്കടം ഉണ്ടാക്കിയിട്ടാ ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തന്നത് അങ്ങോട്ട്. ഇപ്പോഴും അന്നത്തെ ചെറുനാരങ്ങയുടെ കടം വീടിയിട്ടില്ലടി. കല്യാണം നടന്നിട്ട് 21 വർഷമായി. ഈ 21 വർഷത്തിനിടെ ഞാൻ ഇതുവരെ ഒരു നാരങ്ങ വെള്ളം പോലും കുടിച്ചിട്ടില്ല. മറ്റേ നാരങ്ങയുടെ പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ കാര്യം അങ്ങ് വിട്. ശരിയാ, എന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് കടമൊക്കെ വരുത്തിയ കല്യാണം കഴിച്ച് വിട്ടേന്ന് പറയാം. പക്ഷെ ചിറ്റപ്പന്റെ സ്വഭാവം അറിയില്ല. എന്റെ ദൈവമേ, ഈ പഞ്ചായത്തിൽ അദ്ദേഹത്തെ പോലെ കുടിക്കുന്ന ഒരു മനുഷ്യനില്ലായിരുന്നു. ഞാൻ പിടിച്ച പിടിയാലെ കുഞ്ഞമ്മയും അതുപോലെ ചിറ്റപ്പനെയും കൊണ്ടുപോയി കുക്കുടസ്വാമിയുടെ അടുത്ത് ചെന്നു. മാറിയല്ലോ, വീടിന് വെളിയിൽ ഇറങ്ങത്തില്ല ഇപ്പൊ ചിറ്റപ്പൻ. മാറി ഭയങ്കര കുടിയായിരുന്നു ഞങ്ങളുടെ ചിറ്റപ്പനെ. കുടിയാന്നില്ല, അങ്ങനെ പയറ് പോലെ നടന്നതാ. ഇവിടെ പറഞ്ഞ് കുടി മാറ്റാന്ന് പറഞ്ഞ് ഈ കുക്കറിന്റെ ഇറമ്പി കൊണ്ടുപോയി. അങ്ങനെ എന്താ പരിപാടി ചെയ്യുന്നറിയാമോ? കൽക്കണ്ടം ജവിച്ച് ലഡുവിനകത്ത് കയറ്റി വെച്ച് 10 കൊടുത്തു. ഇതാ 10 ദിവസം കഴിക്കുമ്പോൾ ഇവര് കുടി നിർത്തുവന്ന്. 4 ദിവസം കഴിച്ചപ്പോൾ ഞങ്ങളുടെ ചിറ്റപ്പൻ എന്തുമായി മാറിയെന്നറിയാമോ? ആന്ധ്രയിലെ പഞ്ചസാര ഫാക്ടറിയായി മാറി, ഷുഗർ കൂടിയിട്ട്. എന്നിട്ട് ഞാൻ ചെന്നപ്പോൾ കൊച്ചച്ചൻ ഇങ്ങനെ കിടക്കുക. ഞാൻ ചോദിച്ചാൽ അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൊച്ചച്ചൻ എന്നോട് പറഞ്ഞു തരാമെന്നറിയോ? മോനെ, ഉറുമ്പ് കയറാത്ത ഒരു മുറി എനിക്ക് പണിഞ്ഞു തരാമോ? എന്റെ നിർവാഹമുണ്ടോ? ഞാൻ പിന്നെ നിസാര വിലയ്ക്ക് ഒരു അക്വേറിയം വാങ്ങിച്ചിട്ട് ചിറ്റപ്പൻ അതിനകത്ത് ഇട്ടിട്ട് പകുതി വെള്ളം ഒഴിച്ചതിനകത്ത് ഇട്ടേക്ക് ഉറുമ്പ് കയറാതിരിക്കാൻ. ഇപ്പോഴും സൂചിച്ചനത്ത് കിടപ്പുണ്ട്, ബോട്ട് പോലെ അത് കിടപ്പുണ്ട് ചിറ്റപ്പൻ. നിന്റെ കുക്കറാന സ്വാമി ഉണ്ടാക്കിയത് വിലയാണ് കണ്ടത്. എന്റെ പൊന്നണ്ണ, ഞാൻ അണ്ണനോട് തർക്കിക്കാനല്ല. അണ്ണനായിട്ട് ഇടപെട്ട് ചെറുക്കനോടും പറയണം, അവന്റെ അച്ഛനോടും പറയണം, ബാബു ചേട്ടനോടും. നിന്റെ കെട്ടിയോട് ഞാൻ പറയണം, അവനാണ് എന്നെ കെട്ടിയത്. അല്ല, നിന്നെ കെട്ടി നീ വിളിച്ച് പറയടി. അങ്ങനെ വിളിച്ച് പറയാനെന്ന് അയാൾക്ക് വിശ്വാസമില്ല. ആ ചെറുക്കനും വിശ്വാസമില്ല, അങ്ങേർക്കും വിശ്വാസമില്ല. ഈ പാവപ്പെടുത്തി കൊച്ചു ചെറുക്കനെ കല്യാണം കഴിപ്പിച്ച് എന്താ നേടാനാണ് നിനക്ക്?
എന്റെ അണ്ണ എനിക്ക് സംസാരിക്കാൻ വയ്യ. അണ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കൻ കേൾക്കും. ഇവിടെ ഉണ്ടാകത്തോട്ട് വെളിയിലോട്ട് വരുമോന്ന് അറിയത്തില്ല. കുക്കുടസ്വാമി പൂജിച്ച് തന്നെ കുറച്ച് മുളക് കൊണ്ട് അടുപ്പിട്ട് കത്തിച്ച് പുകച്ചി അടിച്ചാലോ. എന്ത് ദാഹിക്കുന്നതാ? നീ ഇവിടെ അങ്ങോട്ട് പോടി, എനിക്ക് ചെറിയൊരു കാര്യം ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. ഇങ്ങോട്ട് പോ. ഇവള് പറഞ്ഞല്ലോ ഇവിടെ ചെറുക്കന്റെ കല്യാണം 21ാമത്തെ വയസ്സ് നടന്നില്ലെങ്കിൽ 52ാമത്തെ വയസ്സിലേ നടക്കത്തുള്ളൂ. ഇതേ അവസ്ഥയായിരുന്നു എൻ്റെ. ഇവളെന്നെ കുക്കുരാനന്ദ സ്വാമിയുടെ അവിടെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങാര് പറഞ്ഞു നിനക്ക് എന്നും കല്യാണ യോഗമാണ്. ഞാൻ 26ാമത്തെ വയസ്സ് മുതൽ 56ാമത്തെ വയസ്സ് വരെ ഇങ്ങനെ നോക്കി നടക്കുക. കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. അല്ല ഇവരെന്നോട് ചോദിക്കുന്നുണ്ടോ കല്യാണം നടക്കുക, എന്താ ചേട്ടൻ കല്യാണം കഴിക്കാത്തത്? 26ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ വീട്ടിലൊരു പല്ലി ഉണ്ടായിരുന്നു. അതിന് 7 തലമുറ വരെ ഞാൻ കണ്ടോണ്ടിരിക്കുക, കൊതിച്ചോണ്ടിരിക്കുക. എന്റെ കല്യാണം നടന്നിട്ടില്ല. ഇപ്പൊ ഞാൻ ഇവളോട് പറയുക എനിക്കൊരു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ഈ മുതുപ്രായത്തെ കല്യാണം കഴിച്ചിട്ട് എന്തോ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊതിയിട്ട് ചെതലിനെ നോക്കി അതിനെ ദ്രോഹിച്ച് വീട്ടിൽ നിന്ന് കഴിയത്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ കൊച്ചിയിറക്കന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പേ എല്ലാ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ എന്തൊരു ചെറിയൊരു ഉപായം ഇവിടെ പ്രഖ്യാപിക്കും. വെള്ളം തിളക്കുന്ന വെള്ളം എന്തോ ഒരു വയ്യാഴികൊക്കെ. വയ്യാഴി എന്ന് പറഞ്ഞാലേ പക്ഷേ ഇന്നലെ ഞാനേ കയ്യാലപ്പുറത്തിരിക്കുമായിരുന്നു, ഉരുണ്ടങ്ങ് വീണു. പിടിച്ചിരിക്കണമായിരുന്നു കയ്യാലപ്പുറത്ത് കയറിയിരിക്കുവാണെങ്കിൽ. ഞാൻ അന്നൊരു മഷിത്തൊട്ടുണ്ടായിരുന്നു, അതേ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. അത് ഒടിച്ചിട്ട് ഞാൻ താഴെ വീഴാതെ പറഞ്ഞു. വേദനയൊക്കെയാണ്. ഈ വേദന വന്ന് പിന്നെ ഇവിടെ വന്ന് നിൽക്കാൻ പോകുന്നില്ല. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങി അങ്ങ് പോകും. 4 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങി അങ്ങ് പോവായിരിക്കും. തന്നെ ഇറങ്ങി പോയിട്ട് ഇവിടെ വന്നിരിക്കുമ്പോഴേ എൻ്റെ കാല് പെരുത്തിരുന്ന് എനിക്ക് നടക്കാൻ പറ്റാതെ വരുമ്പം എന്നെ നോക്കാൻ ആരുണ്ടടി? അത് എന്തൊരു പറച്ചില്ല അണ്ണ അത്. ഞാൻ പിന്നെ എന്തിനാ അണ്ണന്റെ പൊന്നു പെങ്ങള് ഞാൻ നോക്കും അണ്ണനെ. നോക്കും. കഴിഞ്ഞിടയ്ക്ക് പനി വന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോയി ഇവളെന്നെ. ഡോക്ടർ ട്രിപ്പ് ഇട്ട് വെച്ചു. അരമണിക്കൂർ അവൾ അവിടെ കാവലിരിക്കാൻ പറ്റാത്തിട്ട് ഇവിടെ എന്താ ചെയ്യുന്നറിയോ, ആ ട്രിപ്പിന്റെ വള്ളി കട്ട് ചെയ്തിട്ട് ഇവൾ വലിച്ചു കുടിച്ചിട്ട് പറയാം തീർന്നു ഡോക്ടറെ ഞങ്ങൾ പോയിക്കോട്ടെ. എന്റെ പകുതി അസുഖം കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. നീ എന്താ നോക്കൂടി, എന്നെ എന്താ നോക്കൂടി? അതന്ന് എനിക്ക് എന്തോ ഒരു ധൃതി ഉണ്ടായിരുന്നു. കോഴിയെ പിടിച്ചിടാനോ ആടിനെ കെട്ടാനോ അങ്ങനെ എന്തോ ഒരു ധൃതി. കാരണം അന്ന് അങ്ങനെ ചെയ്തത്. പക്ഷെ ഇനി അങ്ങനല്ല. അണ്ണനെ ഞാൻ നല്ലപോലെ നോക്കും. ഞാൻ നല്ലപോലെ നോക്കുന്നത്. നീ നോക്കിയിട്ട് കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ വീട്ടിലെ സോഫയിൽ ഈ സൈഡിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കുന്തുളിച്ചോണ്ടിരിക്കുന്ന സമയത്തെ ഞാൻ ഇങ്ങനെ മറിഞ്ഞടിച്ച് ഇങ്ങനെ വീഴുമ്പോ എന്നെ പൊക്കാൻ ആരുണ്ട്? ആരും പൊക്കരുത്, അവിടെ തന്നെ കിടക്കണം. അറ്റം പറ്റിയിരുന്ന് സർക്കസ് കാണിച്ച് വീഴുന്നതിനെ പിന്നെ ആര് വന്ന് പൊക്കാന് അവിടെ കിടക്കണം. അവിടെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നെ പൊക്കാൻ ആരും വേണ്ടടി. അങ്ങനെയാണെങ്കിൽ ഫോൺ ഉണ്ടല്ലോ, 101 വിളിച്ചാൽ മതി, ആംബുലൻസ് വരെ എടുത്തോണ്ടങ്ങ് പൊക്കോളും. പിന്നെ ഞാൻ ആശുപത്രിയിലോട്ട് വന്നോളാം. ഞാനങ്ങനെ ഫോൺ വിളിക്കും. ഞാൻ അങ്ങനെ വീഴുന്ന സമയത്ത് എന്റെ ഈ എല്ലില്ലേ കറണ്ട് അടിക്കുന്ന ഈ എല്ല് വന്നിട്ട് നമ്മുടെ ടൈലെ വന്ന് അടിച്ചിട്ട് കൈ പെരുത്തങ്ങിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഫോൺ എടുക്കുന്നത്. അത് ശരിയാണല്ലോ. അപ്പൊ വീട്ടിലൊരാൾ വേണം. എന്റെ കല്യാണം ഉടനെ നടക്കും. അണ്ണാ എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്. കുഴപ്പമില്ല, അതാ മതി. കൂട്ടുകാരിയുടെ വീട്ടിൽ ഒരു ഹോം നേഴ്സ് ഉണ്ട്, അനീറ്റ. 10-75 പ്രായവും, പക്ഷെ നല്ല ചുറുചുറുക്ക. അനീറ്റ നടക്കുന്നുണ്ടോ? 75 വയസ്സുള്ളവരെ എന്നെ കൊണ്ട് നോക്കാൻ നിർത്തണോ? രാവിലെ കഴിഞ്ഞിട്ട് ഇരിച്ചു വരുമ്പോൾ അവരെ കണ്ണ് ഞാൻ പൊളിച്ചു കൊടുക്കണം. ഞാനാ നിൽക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി. അത് വേണ്ട, അവള് വന്നേക്കുന്നു, ഭയം കൊണ്ട് വന്നേക്കുന്നു. അണ്ണന്റെ വയ്യാഴികയും ആവലാതിയും ഒന്നും കേൾക്കാനല്ല ഞാനിപ്പോ വിളിച്ചത്. ചെറുക്കനെ വിളിച്ച് കാര്യം പറയാനാ പറഞ്ഞ. അവന് മര്യാദക്ക് കല്യാണം കഴിക്കാനുള്ള സമ്മതം മേടിച്ചതാ. കുഞ്ഞുകുട്ടനെ എവിടെ? അകത്തുണ്ട്. വിളി മോനെ ഡോ, ആരാ വന്നേന്ന് നോക്കിക്കേ. ആങ്ങളെയാണ് ഞാനിവിടെ ഇല്ലെന്ന് പറ. കഥ പറഞ്ഞ എന്നെ കൊല്ലും. മാമനാടാ? മാമനായിരുന്നോ? മാമനായിരുന്നോ? അല്ല മാങ്ങാട്ടെ എന്റെ കണ്ണ് കാണത്തിരിക്കുന്ന മാമനാന്ന് പറഞ്ഞു. മാമ ഇത്ര നാളും കാണാതെ ഞാൻ ഓർത്ത് മാമനൊക്കെ ചത്തുപോയി. പേടിച്ചെത്തോ ഞാനിപ്പോ. എന്താ പറ്റിയാണോ മാമന്റെ മുഖത്തൊക്കെ പറയുന്നത്? അങ്ങനെയൊക്കെയാണോ പറയുന്നത്? 56 വയസ്സേ ആയുള്ളൂ. അയാളെ കയ്യിൽ പോകാൻ അങ്ങനെ ഒന്നും ചാവത്തില്ല. നരകിച്ചേ ചാവത്തുള്ളൂ അയാള്. നീ എന്താ പറഞ്ഞത്? ഞാൻ എന്തിട്ട് നരകിക്കണടി? അണ്ണാ വലിയ പാവത്താനൊന്നും കളിക്കണ്ട. ഇറക്കം ഇങ്ങോട്ട് വന്നേ. ഞങ്ങളുടെ അച്ഛൻ, അതായത് നിന്റെ അപ്പൂപ്പൻ, ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി മസാല ദോശ കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോ അവിടുന്ന് മസാല ദോശ കഴിക്കണം എന്നുണ്ടെങ്കിൽ അപേക്ഷയ്ക്കകത്ത് അതിന് ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അച്ഛൻ്റെ നിന്ന് കള്ളൊപ്പ് മേടിച്ച് പകുതി സ്വത്തും അടിച്ചു മാറ്റിയ വിദ്വാനാണ് നിന്റെ മാമൻ. മാമ പുലിയാണല്ലോ. മാമൻ വലിയ പുലിയൊക്കെ, പക്ഷെ തന്നെ വേട്ടയാടാൻ അറിയത്തില്ലെന്നുള്ളത്. ഇവിടെ പറഞ്ഞ കള്ളവാ, മസാല ദോശയല്ല. പിന്നെ ഞങ്ങളുടെ അച്ഛൻ, അതായത് നിന്റെ വലിയച്ഛൻ, അങ്ങനെ മസാല കാരണം വേറെ അടുത്തേക്ക് എഴുതി കൊടുത്തതായത്. ഇവളെ കേട്ട് കഴിഞ്ഞാൽ നാണക്കേട്. അതാ നിന്നോട് പറയുന്നത്. എന്നോട് പറയാലോ, നമ്മൾ സമപ്രായക്കാരാണല്ലോ. എന്താ വന്ന കാര്യം അങ്ങോട്ട് പറയാനെന്ന്? വന്ന കാര്യം അങ്ങോട്ട് പറയാൻ കാര്യം പറയാ. കുഞ്ഞു കിട്ടോ? കള്ളത്തോണ്ട് വന്നല്ലോ. കുഞ്ഞു കിട്ടോ? എന്തോ കുഞ്ഞു കിട്ടാ? ഈ കല്യാണത്തിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താടാ? വളരെ മോശം അഭിപ്രായം. റിസപ്ഷൻ ആണ് കിടക്കൻ. കല്യാണത്തിൽ ചെന്നാൽ ഉച്ചയ്ക്ക് ഈ സദ്യ കഴിക്കാൻ വേണ്ടി നിൽക്കണം. റിസപ്ഷൻ ആകുമ്പോൾ 300 പേരുടെ പരിപാടിയേ ഉള്ളൂ. നമുക്ക് നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ കൂട്ടി കുറച്ച് സാലഡ് ഒഴിച്ച് പപ്പടമൊക്കെ പൊട്ടിച്ച് ഐസ്ക്രീമിനകത്ത് ഗുലാബ് ജാമുൻ ഇട്ട് അവിടുത്തെ ഡാൻസ് പരിപാടി കണ്ടിട്ട് നൈസായിട്ട് ഇങ്ങനെ പോരാ. ഞാൻ എന്തോ പറയണോ? ആങ്ങളെ ആയി പോയില്ല. ആട്ടുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? നിങ്ങളിപ്പോ ഇവിടെ വിളിച്ച് കയറ്റിയത് തീറ്റയുടെ കാര്യം പറയാനാണോ? ദാമ്പത്യ ജീവിതത്തെ അതല്ല, ഞങ്ങൾ തീറ്റിക്കാരിയല്ല ചോദിച്ചത്. ഈ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? അതുപോലും പറയാൻ അറിയത്തില്ല. അവനെ കൊണ്ട് കല്യാണം കടിപ്പിക്കുന്നുണ്ട്. നീ എന്തൊരു ചതിയാണ് എന്നോട് കാണിച്ചത്? വലിയ ക്യാരക്ടർ ഞാൻ ചെയ്യത്തില്ലായിരുന്നു. എന്റെ ക്യാരക്ടർ എന്നോട് കൊടുക്കത്തില്ല. എനിക്ക് കേട്ടായിരുന്നല്ലോ.
എടാ ഭാര്യയും ഭർത്താവോട് ഒന്നിച്ച് ജീവിക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം നിന്റെ എന്തുവാ? ശരിക്കും അറിയാം, നിങ്ങൾ നോക്കുന്നുണ്ട് അടവ് കണ്ടോ? നമ്മൾ രാവിലെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഭാര്യ ഒരു സെറ്റ് സാരിയെ കൊടുത്ത് ഒരു ചന്ദനൊക്കെ തൊട്ട് ഈറൻ മുടിയായിട്ട് ഒരു ഗ്ലാസ് ചായ ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് അവളുടെ സൗന്ദര്യം ആസ്വദിച്ച് നമ്മൾ ആ ചായ ഇങ്ങനെ കുടിച്ച് ആ മുടിയിലൊന്ന് മെല്ലെ ഇങ്ങനെ തലോടി രണ്ട് തോളിലും ഇങ്ങനെ പിടിച്ച് നെറ്റിയിലൊരു ചുടു ചുംബനം നൽകിയ അറബ് പൊട്ടിച്ചാവും. ഈ ചെറുക്കൻ എല്ലാം അറിയാം, എല്ലാം അറിയാം. ഇവനെ കൊണ്ട് കെട്ടിക്കണ്ട, ഇവനെല്ലാം അറിയാം, ഇവനെ കൊണ്ട് അണ്ണെ കൊണ്ട് പറയാ കുറെ നേരം ഇവിടെ കാര്യം കിടന്നു. അണ്ണെ കൊണ്ട് പറയാണ ഇനി കൂടുതൽ വിശദീകരണമൊന്നുമില്ല. നിന്റെ കല്യാണ കാര്യമാണ് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. നീ ചെറുക്കനോട് സംസാരിച്ചാന്നോ വെടി വെച്ചാന്നോ? എനിക്ക് പൊത്തി പിടിച്ചോണ്ടിരിക്കുന്നത് എന്ത് പറ്റണോ? എന്റെ കല്യാണക്കാരിയാന്ന്. കല്യാണക്കാരിയാണോ പറഞ്ഞത്? എന്നെ ഒന്ന് ഉള്ളിക്ക്. എന്തിനാ? സ്വപ്നാണോന്ന് അറിയാനാ. എന്നെ ചൊറിഞ്ഞേ? സ്വപ്നാണോന്ന് അറിയാനാണ്. എനിക്ക് ചൊറിഞ്ഞ് കയറുന്നത് കടിച്ചു കയറുന്നത് അതിനു വേണ്ടിയാ പറഞ്ഞത്. എന്റെ ചെറുപ്പല്ലേ പോകുന്നത്. നിന്റെ ബാല്യം നഷ്ടപ്പെടുമോ? ബാല്യം നഷ്ടപ്പെടും. പിന്നെ എന്റെ ഇത്രയും പ്രാർത്ഥന എന്റെ ബാല്യം എത്ര തവണ നഷ്ടപ്പെട്ടു പോയെന്നറിയാമോ? നീ കേട്ടോ കേട്ടോ, എനിക്ക് ബാംഗ്ലൂരൊന്നും പോകാൻ പറ്റില്ല. ബാംഗ്ലൂർ കൊണ്ടു തന്ന പോലെ നീ കെട്ടുന്ന പെണ്ണ് സമ്മതിക്കത്തില്ല. അങ്ങനെ കല്യാണം ഭയങ്കര മോശമാണ്. നീ കല്യാണം കഴിക്കരുത്, ഭയങ്കര ഇതാ. പിന്നെ നിന്റെ കൂട്ടുകാരൻ നിനക്ക് കാണാൻ പറ്റത്തില്ല. നിന്റെ കൂട്ടുകാരൻ ഇങ്ങോട്ട് കയറി വന്നു അവിടെ ചോദിക്കും, ചേട്ടാ അവിടെ പറയും. എന്റെ ചെറുപ്പം നിന്റെ ബാല്യം നഷ്ടപ്പെടുത്തുവാടാ ഇവള്. ആണല്ലേ? മാമനൊന്നിങ്ങ മാറിക്കേ. അമ്മേ, ആരോട് ചോദിച്ചിട്ട് എന്റെ കല്യാണം വെച്ചത്? ആരോട് ചോദിച്ചിട്ട് എന്റെ കല്യാണം വെച്ചത്? ആരോട് ചോദിച്ചിട്ടാണ്? മാമനും കൂടി കേൾക്കണം. മാമൻ ഇവിടെ ഉള്ളപ്പോ വേണം നിന്റെ തീരുമാനം. ആരോട് ചോദിച്ചിട്ടാ പറഞ്ഞത്? അത് മാമ എന്റെ മോനെ അമ്മ പൊന്നിന്റെ ആ ജീവിതം വെച്ചിട്ടാ അമ്മ കളിക്കുമെന്ന് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. അമ്മ ആര് പറഞ്ഞിട്ടാ? ആര് പറഞ്ഞെന്ന് അമ്മ വഴക്ക് പറയല്ലോ. ഇല്ല ഇല്ല, കുക്കുടു സ്വാമി. എനിക്കറിയായിരുന്നു ഇത് അവിടുന്ന് വരുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. കുക്കുടു സ്വാമി ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു വിടുള്ളൂ. കുക്കുടു സ്വാമിയാണ് പറഞ്ഞെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു. പട്ടിക്കുഞ്ഞേ, അല്ല വീടിന് അനുഗ്രഹത്തിന് വേണ്ടി വേണമെങ്കിൽ ഞാൻ എന്റെ പൊന്നുമോനെ ഞാൻ വിചാരിച്ചില്ല അമ്മയാന്നേ ടെൻഷൻ അടിച്ചിട്ട്. അയാള് മഹാനല്ലേ കുക്കുടു സ്വാമി? അയാൾ പറഞ്ഞ എനിക്കറിയാം. നിന്നെ ചേട്ടാന്ന് വിളിക്കേണ്ടി വരും. ഇത് കേക്ക അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, മോൻ ഇനി ക്ലാസ്സിൽ പഠിക്കുന്നതോ അല്ലെ വേറെ ഏതെങ്കിലും ട്യൂഷൻ സെന്ററിൽ ഏതെങ്കിലും പെൺപിള്ളേരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ മോൻ? അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെറ്റ് ചെയ്ത് തന്നാൽ മതി. എനിക്ക് വയ്യ, ഞാനങ്ങ് പേടിച്ചിരിക്കുവായിരുന്നു. എന്റെ മക്കള് സമ്മതിക്കും. നമുക്കൊരു പ്രായം കഴിയുമ്പോ കുടുംബത്തിന്റെ പ്രാരബ്ധം നമ്മുടെ തലയിൽ കയറും അല്ലെ? ഞാൻ ഇത് ഏറ്റെടുത്തോളാം. ഞാൻ അമ്മയുടെ സന്തോഷത്തിനും കുടുംബത്തിന്റെ സന്തോഷത്തിനും വേണ്ടി ഞാൻ കല്യാണം കഴിക്കാം. പിന്നെ അമ്മ ഏതെങ്കിലും പെണ്ണിനെ അമ്മ കണ്ടുപിടിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്കൊരു കാര്യമുള്ളതെന്ന് പറയാം, എനിക്കൊരു ജോലി ഇല്ലല്ലോ. അതെ, അപ്പൊ എന്റെ ചെലവൊക്കെ എങ്ങനെ നടത്തും? ചെലവ് ഇപ്പൊ മോനും പെണ്ണിനും കിളിക്കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്ന പോലെ അല്ലേ ഉള്ളൂ. അമ്മയ്ക്കും അച്ഛനും ഒക്കെ അതൊക്കെ അമ്മയും അച്ഛനും നോക്കിക്കോ. ഈ കിളിക്കുഞ്ഞ് ഇടയ്ക്ക് മുട്ടയിട്ടാലോ? എനിക്കൊരു 5-6 മക്കള് വന്നാലോ? പിന്നെ ആലോചിക്കാം. എന്തായാലും മക്കള് സമ്മതിച്ചല്ലോ. മോൻ സമ്മതിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം കാണിക്കാൻ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. ബ്രോക്കറിന്റെ 2-3 പെൺപിള്ളേരുടെ ഫോട്ടോ ഞാൻ കാണിക്കട്ടെ. ഏത് പെണ്ണിനെ മോൻ കാണിച്ചാലും അമ്മ സമ്മതിക്കും. എന്റെ കല്യാണ മാമൻ ഈഗോ അടിച്ചിരിക്കുക. മാമൻ സെലക്ട് ചെയ്യട്ടെ. മാമൻ നല്ലൊരു പെണ്ണിനെ നോക്കിത്താ. നോക്കിത്താ മാമ അങ്ങോട്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും എന്റെ പൊന്നുമ സമ്മതിച്ചു. ഇപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നടത്തോട്ടെ. ചിലപ്പോ കുടുംബം നശിച്ചു പോയാലോ? ഇല്ലല്ല, ഞായറാഴ്ച പോയി കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാം. എത്രയും പെട്ടെന്ന് മാമൻ സെലക്ട് ചെയ്ത പെണ്ണിന് എനിക്ക് ഓക്കെ ആണ്. അമ്മേ, ഒരാള് തുപ്പലില്ലാതെ മരിച്ചു പോകും. അത് സാധനം തിരിച്ചു മേടിക്കട്ടോ. ഞാൻ നിന്നോട് പണങ്ങി ഞാൻ മിണ്ടത്തില്ല, ഞാൻ പോവാം. ഈ സാധനം തന്നിട്ട് പോകും. ഏതാന്ന് വെച്ചാ മോൻ കണ്ടുപിടിച്ച് മോനെ നടുക്കത്തെ പേജ് തരുന്നത് ആനയല്ലേ? നടുക്കത്തെ പേജിൽ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അതൊന്നും ആലോചിച്ചാലേ. നിന്റെ മാമൻ പറഞ്ഞു ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന്. ഈ പ്രായത്തിൽ നിന്റെ മാമൻ ഒരു കല്യാണം കഴിക്കണം. നാണമുണ്ടോ? നാണമുണ്ടോ? ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ വേണ്ടി എന്തോ കാര്യത്തില്ല നിങ്ങൾ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കട്ടെ. ഞാൻ കല്യാണം കഴിക്കട്ടെ, അമ്മ വെച്ച് കയറ്റിക്കും. അതാ അതുമല്ല, ഇത്രയും നാളാവതുള്ള കാലത്ത് കല്യാണം കഴിക്കാതെ നിങ്ങൾ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് എന്തോ എടുക്കാന്? ഞാൻ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് എന്തോ ചെയ്യാനില്ലേടി? പാളം തെറ്റി പോകുന്ന ട്രെയിന് സ്റ്റേഷനിൽ തന്നെ നിർത്തണമെന്നില്ല, എവിടെയെങ്കിലും ഒന്ന് ഇടിച്ച് നിന്നാ മതി. ഇതുകൊണ്ടാ പറയുന്നത് ഇടയ്ക്കൊക്കെ കുക്കുട സ്വാമിനെ പോയി ഒന്ന് കാണണമെന്ന്. കൊല്ലില്ല.